ഈ ഉച്ചവെയിലത്ത് പോലും അതിൽ ചൂട് അനുഭവപ്പെടുന്നില്ല. ട്രാവൽ ടാഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉപ്പുളി ബർജും അതുപോലെ തന്നെ ബാരാ കമാനാണ്. അപ്പോൾ നമുക്ക് പോവാം. അടുത്ത നമ്മുടെ യാത്ര ഉപ്പളി ബുർജിലേക്കാണ്. പഴയ ബീജാപ്പൂർ കോട്ടയുടെ ഭാഗമായിരുന്ന ഒരു നിരീക്ഷണ ഗോപുരമാണിത്. 1584 ഹൈദർ ഖാൻ നിർമ്മിച്ചതാണ്. അതിനാൽ തന്നെ ഹൈദർ ബുർജ് എന്നും അറിയപ്പെടുന്നു. ആദിൽ ഷാഹി സൈന്യത്തിലെ പ്രമുഖ കമാൻഡറായിരുന്നു ഹൈദർ ഖാൻ. 24 മീറ്റർ ഉയരമുള്ള ഈ നിരീക്ഷണ ഗോപുരത്തിൻ്റെ പിരിയൻ പടികൾ കയറി മുകളിലേക്ക് എത്താം. ബീജാപ്പൂരിൻ്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ ടവർ നിർമ്മിച്ചത്. കോട്ടമതിലിനപ്പുറത്തുള്ള സംഭവങ്ങൾ നിരീക്ഷിക്കാൻ ആദിൽ ഷാഹികൾ ഉപ്പളി ബുർജ് ഉപയോഗിച്ചു. ശത്രുക്കളുടെ സാന്നിധ്യവും നീക്കവും നിരീക്ഷിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. കോട്ടയുടെ പടിഞ്ഞാറൻ മതിലുകൾ വാച്ച് ടവറിനോട് ചേർന്നാണ്. ബീജാപ്പൂരിനായി കരുത്തുറ്റതും ശക്തവുമായ ഒരു പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുന്നതിൽ ആദിൽ ഷാഹികൾ നടത്തിയ മികച്ച സംരംഭങ്ങളിൽ ഒന്നായി ഉപ്പളി ബുർജിൻ്റെ നിർമ്മാണവും സ്ഥാനവും കണക്കാക്കുന്നു. ഒരു കാലത്ത് ബീജാപ്പൂരിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്ന 2 ചരിത്ര പീരങ്കികൾ ഇവിടെ കാണാൻ കഴിയും. ഇത് നിർമ്മിച്ചിരിക്കുന്ന കൂട്ടുലോഹത്തിൻ്റെ പ്രത്യേകത കാരണം ഈ ഉച്ചവെയിലത്ത് പോലും അതിൽ ചൂട് അനുഭവപ്പെടുന്നില്ല. ഇവിടെയാണ് പീരങ്കി ഉറപ്പിച്ചിരുന്നത്. ബീജാപ്പൂർ നഗരത്തിൻ്റെ നല്ലൊരു കാഴ്ച ഇവിടുന്ന് കിട്ടും. ഇനി താഴെ ഇറങ്ങാം, അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. ബീജാപ്പൂർ നഗരത്തിൽ തന്നെയുള്ള മറ്റൊരു നിർമ്മിതി. ഇത് ബാരാ കമാൻ. ബാരാ കമാൻ എന്നാൽ 12 കമാനങ്ങൾ എന്നർത്ഥം. ആലി ആദിൽ ഷാ രണ്ടാമൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ചാന്ദ് ബീവിയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ശവകുടീരം. 20 അടി ഉയരമുള്ള പ്ലാറ്റ്ഫോമിലാണ് നിർമ്മാണം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിയിലാണ് ശവകുടീരം. 1656 പണി തുടങ്ങിയെന്ന് കരുതുന്ന ഇത് 1672 പണി തീർന്നു. ആദിൽ ഷായുടെ മരണത്തെ തുടർന്ന് ഭാര്യ ചാന്ദ് ബീബി പണി തുടർന്നെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം പൂർത്തീകരിക്കാനായില്ല. ഇന്നും ഇത് പണി മുഴുവനാകാതെ നിൽക്കുന്നു. തിരശ്ചീനവും ലംബവുമായ 12 കമാനങ്ങൾ. അതിൻ്റെ മുകളിലായി വലിയ ഒരു താഴികക്കുടവും പ്ലാൻ ചെയ്തിരുന്നു. പൂർത്തീകരിച്ചിരുന്നെങ്കിൽ വിജയപുരയിലെ ഏറ്റവും നല്ലൊരു സ്മാരകമായേനെ. ഒരു സ്മാരകം അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് അലി ആദിൽ ഷാ രണ്ടാമൻ്റെ ഖബർസ്ഥാൻ. തൊട്ടടുത്ത് തന്നെ ചാന്ദ് ബീബിയുടെ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഖബർസ്ഥാൻ.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.